നമസ്കാരം. ശരീരചിന്താം നിർവർത്തിയ കൃതശൗചവിധി ഭവേത്. ശരീരചിന്താം എന്ന പദത്തിനെ ഭാഷ്യത്തിൽ വിവരിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൃതശൗചവിധി എന്ന പദം ഭാഷ്യത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെ എന്നാണ്. ശൗചം കുര്യാത് എന്ന ഒരു പൊതു നിർദ്ദേശമാണ് അഷ്ടാംഗഹൃദയത്തിൽ ആചാര്യൻ നൽകിയിരിക്കുന്നത്. ശൗചവിധി നിർവഹിക്കണം എന്ന് ജനറൽ നിർദ്ദേശം പറയുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഏത് ശൗചം, എന്തൊക്കെയാണ് ഈ ശൗചവിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാഷ്യത്തിൽ വളരെ എക്സ്പ്ലിസിറ്റായി ആ കാര്യങ്ങൾക്ക് വ്യക്തത നൽകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ശൗചത്തിന് ഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം മൂത്രപുരീഷാദേഹേ കൃതശൗചവിധാനഃ എന്നാണ്. മൂത്രപുരീഷാദികൾ ശൗചവിധിപ്രകാരം നിർവഹിക്കണം. അതായത് മൂത്രവിസർജനം, മലവിസർജനം, പിന്നെ ആദിശബ്ദം കൊണ്ട് ശരീരശുദ്ധിക്രമം, ഇതൊക്കെ ചെയ്യണം എന്ന് ചുരുക്കം. കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ മൂത്രവിസർജനത്തിന് ശേഷമുള്ള ശൗചകർമ്മം, മലവിസർജനത്തിന് ശേഷമുള്ള ശൗചകർമ്മം എന്നിവയൊക്കെ ചെയ്യണം. പിന്നെ ആദിശബ്ദം കൊണ്ട് ഈ മൂത്രമലവിസർജനത്തിന് ശേഷം ശരീരത്തെ ശുചിയായി നിലനിർത്തുവാനുള്ള എല്ലാ ചര്യകളും എന്ന അർത്ഥം സ്വീകരിക്കണം. ഒരു പ്രോപ്പർ ഹൈജീനിക് കംപ്ലീഷന് വേണ്ടിയുള്ള പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ്സ്, അതാണ് ആദിശബ്ദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിധാനം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ്സ് എന്നാണ്. സംവിധാനം എന്ന പദമൊക്കെ നമ്മൾക്ക് പരിചയമുള്ള പദമാണല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശൗചം എന്ന പദത്തിന് ഭാഷ്യത്തിൽ നൽകിയിട്ടുള്ള വ്യാഖ്യാനം മൂത്രവിസർജനത്തിന് ശേഷമുള്ള ശൗചം, പിന്നെ മലവിസർജനത്തിന് ശേഷമുള്ള ശൗചം, അതുപോലെ മറ്റ് ശരീരശുദ്ധിക്രമങ്ങൾ എന്നൊക്കെയാണ്. അങ്ങനെ ശരീരചിന്ത നിർവർത്തിച്ചിട്ട് ഇത്തരം ശൗചകർമ്മങ്ങൾ ചെയ്തിരിക്കണം. ഇതാണ് ഈ ഭാഷ്യഭാഗത്തിൻ്റെ സാരം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഭാഷ്യഭാഗം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ചർച്ചകളുമായി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.